എന്നുവെച്ചാൽ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വെച്ചാൽ നമ്മൾ വില്ലേജ് മൗണ്ടൻ ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞ പേജ് തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ട്രക്കിങ് തുടങ്ങുന്നത്. ഇപ്പോൾ നോക്കിയോ താഴെ ഇങ്ങനെ കയറി വന്ന് ഈ വഴി നമുക്ക് പോവാം. ഈ ഡെയിലി മല കയറി നടക്കുന്നവർക്കാണെങ്കിൽ പ്രോബ്ലം ഇല്ല, അല്ലാതെ നോർമലി ഒരാൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആവത്തില്ല. ഈ വണ്ടി പോകുന്ന വഴിയാണെന്ന് വെച്ചാൽ ഇത് പറമ്പിക്കൂടെ വണ്ടി പോകുന്നതാണ്. എന്നാൽ കുറച്ച് കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വഴിയൊന്നും ഉണ്ടാവില്ല. ഈ നോക്കി ഈ വ്യൂ ഒന്ന് നോക്കിയേ നിങ്ങൾ, എന്ത് മനോഹര പ്രകൃതിയുടെ ഓരോ ലീലാവിലാസങ്ങൾ. എൻ്റെ പൊന്നോ, ഇതൊന്നും നിങ്ങൾ നോക്കിയേ. ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10,000-1500 ഫീറ്റ് മേലുള്ള മലകളൊക്കെ, എന്നാലും ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നിങ്ങൾ നോക്കിയേ. ഇങ്ങനെയൊക്കെ വേറെ നമ്മുടെ സ്ഥലത്ത് തന്നെ ഇങ്ങനെ പോയി ആണ്. എവിടെയും യാത്ര ചെയ്യാനൊന്നും എല്ലാവർക്കും ഇതിനെ കൊണ്ട് സാധിക്കുന്നൊന്നുമില്ല. എന്നാൽ ഉള്ളതുപോലെ ചെയ്യിക്കുക. ഇപ്പം തന്നെ നോക്കി, ഞാൻ ഇവിടെയൊക്കെ സഞ്ചരിച്ചാണ്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി അനുഭവിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ സ്ഥലമൊക്കെ വിട്ടു നിന്നപ്പോഴാണ് ഈ യാത്രയൊക്കെ ചെയ്യണം. എന്നാലും കാര്യങ്ങൾ നോക്കി, നിങ്ങൾ മലയുടെ മുകളിലൊരു ടവർ, ഇൻ്റർനെറ്റ് ടവറാണെന്ന് തോന്നുന്നത്. അതിപ്പോൾ ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ വന്നിട്ട് കൂടിപ്പോയി. എന്നാൽ ഈ മലയുടെ മുകളിലൊക്കെ വീടുകളുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 വീടുകളൊക്കെ ഉണ്ട് കാണുന്നത്. അതുകൊണ്ട് അവിടെ ആ പാറയുടെയൊക്കെ അടിയിൽ ശരിക്കും പറഞ്ഞൊരു വീടുള്ളൊരു ചേട്ടൻ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അവർ. നമുക്ക് ഈ വഴി ഞാൻ വലിയ എഡിറ്റിംഗ് ഒന്നുമില്ല, എല്ലാം നാച്ചുറലാട്ടോ. ആ വീഡിയോ എടുക്കുന്ന ആ രീതിയിൽ തന്നെ അങ്ങനെ കൊണ്ടുപോകാൻ വലിയ എഡിറ്റ് ചെയ്ത് ഈ നടന്നുള്ള ട്രാവലിംഗ് വ്ളോഗ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ ആ ഭംഗിയും കാര്യങ്ങളൊക്കെ പോകും. എന്താ നമ്മൾ എടുക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയായിരിക്കും. നോക്കിക്കേ, ഈ മലയുടെ മുകളിൽ കൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പീച്ച് ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോവാന്ന് പറയുന്നത് കേട്ടിട്ടുള്ള. നോക്കിയേ, എന്നാ ഒരു ഫീലാ, സൂപ്പറല്ലേ, അടിപൊളി കിട്ടും. നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കിയേ, എന്നൊരു മനോഹര. പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് തന്നെയാണ് കേട്ടോ ഇത്. കാര്യം സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വ്ളോഗ്, ഞാനൊരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് സംസാരിക്കുന്ന ഫസ്റ്റ് ടൈമാണ്. ജോലിയുടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ടൈം സ്പെൻഡ് ചെയ്യുക, തനിച്ചിരിക്കുക, അല്ലെങ്കിൽ മലയുടെ മുകളിൽ പോയി സമാധാനം ഫ്രീഡം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു യാത്രയും വ്ളോഗൊക്കെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. ഈ വഴി ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ഈ മലയുടെ ഒരു പകുതിയില്ല, ഒരു കാഭാഗം കയറി. ഇനി ഇവിടുന്ന് കയറിയിട്ട് ഈ മല കയറിയിട്ട് വേറൊരു മല കയറാൻ തുടങ്ങണമെങ്കിൽ നടന്ന് പോകും. ഞാൻ എൻ്റെ ഫേസും ഇതും കൂടി വ്യൂവും കൂടി കാണിക്കാതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. യൂട്യൂബിൽ അങ്ങനെ എടുക്കുന്ന എനിക്ക് അറിയത്തൊന്നുമില്ല. അതുവരെ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഭംഗി നോക്കി നിങ്ങൾ, ഈ പച്ചപ്പിൻ്റെ ഭംഗി വേറെ എവിടെ കിട്ടുക, പിന്നെ മലകളുടെ ഭംഗി അത് നോക്കിക്കുക. എൻ്റെ പൊന്നോ, ആ കാണുന്നേക്ക് ഒരു മലയാണ്, അതിൻ്റെയൊക്കെ മുകളിലെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീമാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡ്രീം. എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ മലയാണല്ലോ, അത് കയറി സാധിക്കുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. കാണുന്നവർ അത്ര എളുപ്പമൊന്നുമില്ല. എൻ്റെ അമ്മോനെ അടിപൊളി സെറ്റ്, സൂപ്പർ കേട്ടോ. അടിപൊളി ചെറിയൊരു ഷെഡൊക്കെ ഉണ്ടായിരുന്നത്, സാധനങ്ങളൊക്കെ ഇതൊക്കെ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഇതാണ് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഇവിടെ ഈ മല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റബ്ബർ തോട്ടാട്ടോ. ആ കാണുന്ന റബ്ബർ തോട്ട്. ഇവിടെയൊക്കെ രാത്രി മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
ഇപ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല എനിക്ക്. ഞാൻ കുറേ നാളായി. എന്നാലും പോയി നോക്കാം. അങ്ങ് മുകളിൽ പക്ഷെ ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളുണ്ട്, നല്ല ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുണ്ടോയെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ സമയം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊരു 10 മണി 10:15 ആയിട്ടുണ്ട്. വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രി ആയിരിക്കും. ആട്ടി മോനെ നോക്കിയ നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ ഒരു ഭംഗി. അപ്പം അതിന് മുകളിലേക്ക് ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഭംഗി. സൂപ്പർ കേട്ടോ. എന്താ ഫോണിലായതുകൊണ്ട് ഇത്തിരി ക്ലാരിറ്റിയും കുറവായിരിക്കും. സ്റ്റെബിലിറ്റി എന്നാ ഈ കറക്റ്റ് ഇളകി മറിഞ്ഞൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട് അറിയില്ല എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ തുടങ്ങുന്നേ അല്ലേ? അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഇങ്ങനെ നടക്കട്ടെ നോക്കുക. എന്നാൽ കുറച്ച് നടന്നിട്ട് ഞാൻ അങ്ങോട്ട് പിന്നെ അടുത്തൊരു ഇതുമായിട്ട് ഈ കാണുന്ന നോക്കിയേ. ഈ അത് തന്നെ ഇത് അവിടെ ഈ ശരി ക്ലാരിറ്റി ഇല്ല. അവിടെ ഞാൻ പോയിട്ടുള്ളൂ പണ്ട്. ഒരു 5 വർഷമായിട്ടുണ്ടോ. പക്ഷെ അന്നൊക്കെ എടുത്ത ഫോട്ടോ ഞാൻ ഞാൻ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്യാം ഇതിനകത്ത്. ഇപ്പം ഏകദേശം നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ഒരു ഇതില്ല, ഇതിൻ്റെ ഏകദേശം ചെറിയൊരു നിരപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി നമ്മൾ കയറണം.